രണ്ട് പല്ലായിട്ടുള്ളൂ. സൈസിൽ മാട് നിൽക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാം. കടിഞ്ഞുള്ളിലുള്ള ഒരു പശുക്കുട്ടി തന്നെയാണ് ഇതെല്ലായിട്ടുള്ളൂ. 4 പല്ലുള്ള കടിഞ്ഞുൾ പശുവാണ്. മടിയേ ഇല്ല ഈ പശുവിനെ നിന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലായിട്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഏറ്റവും ഫസ്റ്റിന്റെ സെയില് നടന്നൊരു പശുവിലൊരു പശു ഇതാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് പാലക്കാട് ഷീര ഡയറി ഫാമിലാണ്. ഇവിടെ പുതിയ ലോഡ് വന്നിട്ടുണ്ട്. എല്ലാം അടിപൊളി ചിന്താമണി പശുക്കളാണ്. അതും 20+ ഗ്യാരണ്ടി പറയുന്ന പശുക്കളാണ്. അപ്പൊ നമുക്ക് ഈ പശുക്കളൊക്കെ ഒന്ന് കാണാം. പുതിയ ലോഡ് വന്നല്ലേ? അതെ, പുതിയ ലോഡ് വന്നിട്ടുണ്ട്. നമുക്കൊരു 12 പശുക്കളാണ് ഈ ലോഡില് വന്നിരിക്കുന്നത്. അത്യാവശ്യം എല്ലാം നല്ലതാ, കണ്ടാലറിയാലോ. രണ്ടാമത്തെ ലാക്ടേഷനിൽ ഒരു 25 കൺഫേം ആയിട്ട് കറക്കുന്നു പറയാൻ നമുക്ക് ധൈര്യത്തിൽ. അതിന്റെ മടിസെറ്റും കാര്യങ്ങളും വെച്ച് 6 പല്ലില് അത്യാവശ്യം ഇതാ പ്രസവിച്ചിട്ട് രാവിലെ പ്രസവിച്ചിട്ടേ ഉള്ളൂ. ഇത്രയും നല്ല ബ്രീഡ് ക്വാളിറ്റിയിലുള്ള പശുവാണ്. ശരിക്കും കാണുമ്പോ അറിയാം നമുക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ ഇന്നലെ നമ്മളൊരു ലോഡ് ഇപ്പൊ ഈ ആഴ്ചയിൽ 2ാമത്തെ ലോഡാണ്. അന്നൊരു 7 എണ്ണം വന്നു. അതിനുശേഷം ഇപ്പൊ വീണ്ടും ഒരു 12 എണ്ണം ഈ ആഴ്ച തന്നെ നമുക്ക് വീണ്ടും കൊണ്ടുവരാൻ പറ്റിയ. ഇത് അത്യാവശ്യം നല്ല 2ാമത്തെ ലാക്ടേഷനിൽ 6 പല്ല്. 2ാമത്തെ ലാക്ടേഷനിൽ അത്യാവശ്യം നല്ലൊരു ജർമ്മൻ ക്വാളിറ്റി എന്നൊക്കെ പറയില്ല, ജർമ്മൻ ബ്രീഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ഹെവി സൈസിലുള്ള അത്യാവശ്യം കണ്ടറിയാലോ ചെനയാണ്. ഒരു തീർച്ചയായിട്ടും നല്ല വൈറ്റ് അല്ലേ, പ്യൂർ വൈറ്റ് ബ്രീഡ് ക്വാളിറ്റി. ഞാൻ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി തിളങ്ങി നിർത്തിച്ചിട്ടൊന്നുമില്ല. അവിടെ നമ്മള് ചിന്താമണിയിലൊക്കെ കാണുകയാണ് വെച്ചാൽ ഇതിന് 4 റിബണും അതുപോലെ തന്നെ അത് വളരെ അത്രയും ഷോയിലിരിക്കാൻ നിർത്തിയിട്ടുണ്ടാകുക. സെയിലായ പശുവാണ് ആണല്ലേ? അതെ, സെയിലായി. നമുക്ക് ഇന്ന് രാവിലെ തന്നെ ഇപ്പൊ 2 മണിക്ക് വന്നിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു 5 പശുക്കൾ ഇവിടെ സെയിൽ കഴിഞ്ഞു. ഇപ്പൊ ഏകദേശം 450 കിലോമീറ്ററോളം ഓടിയിട്ടാണ് പശുക്കൾ വന്നേക്കുന്നത്. ഇതും അതേപോലെ തന്നെ കടിഞ്ഞൂൽ പശുവാണ്. വൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്, മെജോറിറ്റി വൈറ്റ് വേണമെന്ന് ഉപയോഗിക്കുന്നത്. ഇതും അതേപോലെ തന്നെ ജർമ്മൻ ബ്രീഡാണ്. വൈറ്റ് കൂടുതലായിട്ട് വൈറ്റ് പാച്ച് വേണമെന്നുള്ളവർക്ക് ഇത് കടിഞ്ഞൂൽ പശുവാണ്. പ്രസവിച്ച പശുവാണ്. 2 പല്ലായിട്ടുള്ളൂ. ഒരു ഏകദേശം ഒരു 18-20. അതെ, ഒരു 20 ലിറ്റർ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും. അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. സൈസ് കണ്ടില്ലേ? പക്ഷെ നിന്ന് പറഞ്ഞു വെച്ചാൽ എന്റെ ഒപ്പത്തിനൊപ്പം ആള് നിൽക്കും. അതിന്റെ അതേ ഹൈറ്റ് തന്നെയുണ്ട്. വട്ട കണ്ടില്ലേ? വട്ടയുടെ പരസ്യമാണ് ഇത്. അതേപോലെ തന്നെ കടിഞ്ഞൂരിലുള്ള ഒരു പ്രസവിച്ച പശു തന്നെയാണ്. ഇതിപ്പോ സെയിലായതാണ്. സെയിലായ പശുവാണ്. നമുക്കറിയാം അതിപ്പോ എത്ര ഞാൻ നിൽക്കുമ്പോ തന്നെ എൻ്റെ എത്ര സൈസിൽ മാട് നിൽക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാം. കടിഞ്ഞുള്ളിലുള്ള ഒരു പശുക്കുട്ടി തന്നെയാണ് ഇത്. സൂപ്പർടാ, കണ്ടില്ലേ? സൈസ് കണ്ടില്ലേ? പശുവിടെ 4 പല്ലായിട്ടുള്ളൂ. 4 പല്ലുള്ള കടിഞ്ഞൂൽ പശുവാണ്. സൈസ് കണ്ടില്ലേ? വീടിന്റെ ക്വാളിറ്റി കണ്ടില്ലേ? നമ്മൾ എപ്പോഴും ഈ ക്വാളിറ്റിയിൽ ഒരു വേരിയേഷനും വരുത്തില്ല. എപ്പോ എടുക്കുകയാണെങ്കിൽ നമ്മള് ക്വാളിറ്റി മാത്രം നോക്കിയിട്ട് എടുക്കുന്ന പശുക്കളാണ്. എത്ര ദൂരം പോയി എടുത്തിട്ട് വരുമ്പോ പക്ക ക്വാളിറ്റിയിൽ കൊണ്ടുവരുന്ന. ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ല. 5-10 കൂടിയാലും ശരി, ഞങ്ങൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാതെ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സെയിൽ ആവുന്നത്. ഇപ്പൊ നല്ല രീതിക്ക് പിക്കപ്പ് ആയി തുടങ്ങി. ഇപ്പൊ തന്നെ നമ്മൾ 2:30-3 മണിക്ക് പുലർച്ചെ വന്നതാണ്. ഇപ്പൊ സമയം 8 മണി ആവുമ്പോഴത്തേനും തന്നെ ഏകദേശം 5 പശുക്കളോളം ഇപ്പൊ സെയിൽ കഴിഞ്ഞു ഇവിടെ. ഇത് 2ാമത്തെ പ്രസവത്തിലുള്ള അത്യാവശ്യം നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള തന്നെയാണ്. 20 മേലെ കറക്കാൻ കപ്പാസിറ്റി ഉള്ള പശു തന്നെയാണ്. 2ാമത്തെ 6 പല്ല് പ്രായം. 2ാമത്തത് 6 പല്ല് പ്രായം. തീറ്റൻ കൂടിയൊക്കെ അടിപൊളിയാണ് അല്ലേ? എല്ലാം ഓക്കെയാണ്. ഫുള്ള് കാലിയാക്കിയല്ലോ ആള്. സൂപ്പർ പശുട്ടാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രൈസ് റേഞ്ച് ഒക്കെ എന്തോരം വന്നുണ്ട് ഇപ്പൊ? എന്തായാലും ഇതിലെല്ലാം ഒരെണ്ണം പോലും 1 രൂപയുടെ താഴെയല്ല. ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം, നമ്മുടെ അവിടെ വരികയാണെങ്കിൽ മാക്സിമം ഈ ക്വാളിറ്റിയിൽ കിട്ടണമെങ്കിൽ 1 രൂപയുടെ മേലെ മാത്രമേ പശുക്കളേ ഉള്ളൂ. അത് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ഇനിയിപ്പോ പലരും 60, 70, 80 എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്റ്റീവ് ആണ്. അങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ള പശുക്കൾ മാത്രമേ കൊണ്ടുവരുള്ളൂ. നല്ല പശുക്കൾ വേണമെങ്കിൽ ക്യാഷ് കൊടുത്താൽ മാത്രമേ അവിടുന്ന് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ 3ാമത്തെയും 4ാമത്തെയും പ്രസവത്തിലുള്ള പശുക്കൾ കൊണ്ടുവരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കുറച്ച് കമ്മിയായി കിട്ടുള്ളൂ. എല്ലാം പറഞ്ഞാൽ 8 മാസം 7 മാസം ചെനയിൽ കൊണ്ടുവരണം. അപ്പോഴും 10-15 വേരിയേഷൻ വരും. അത് നമുക്ക് ഒരിക്കലും ഇപ്പൊ 7 മാസം പറഞ്ഞാൽ അത് 7 മാസമാണെന്ന് ഒരിക്കലും നമുക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റില്ല. എവിടുന്ന് തീറ്റ വെച്ച് തുടങ്ങണം എന്നറിയില്ല, മടി ഇറക്കണം എന്നറിയില്ല, പ്രസവ ഡേറ്റ് കിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇതിൽ ഉണ്ട്. അതെ, ഇത് രാവിലെ തന്നെ സെയിലാവും. ഒരു കടിഞ്ഞൂരിലുള്ള നല്ല അത്യാവശ്യം നല്ലൊരു പ്രസവിച്ച പശുവാണ്. ഇതിപ്പോ രാവിലെ വന്നാണ് 2:30 ആകുമ്പോ വന്ന പശുവാണ്. ഫസ്റ്റ് ആദ്യത്തെ കച്ചവടം. മൂപ്പര് ഫസ്റ്റ് ആയിട്ട് ഇതൊരു വീട്ടിലേക്കാണ് പോകുന്നത്. ഒരു വീട്ടിലേക്കുള്ള ഒരെണ്ണം ചെയ്ത് നോക്കാൻ വേണ്ടി കടിഞ്ഞൂരിലുള്ള ഫുള്ളായി കറന്നെടുത്ത പ്രസവിച്ച പശുവാണ്. നമുക്കറിയാലോ ബ്രീഡ് പശുക്കൾ അങ്ങനെ തൂങ്ങി നിൽക്കുന്ന മടിയൊന്നും ആയിരിക്കില്ല, അടുത്ത മടിയായിരിക്കും. എന്നാലും അതൊരു 18 ലിറ്റർ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഒരു പശുവാണ് ഞമ്മക്ക്. ഈ കാണുന്ന പശു ഇതും കടിഞ്ഞൂലുള്ള പശുവാണ്. 2 പല്ല് പ്രായം ആയിട്ടുള്ളൂ. 2 പല്ലായിട്ടുള്ളേ. അതെ, പലരും ഈ
പശു ഇവിടെ വന്ന് നോക്കണ ഇതിനെ കുറിച്ച് അറിയാത്തവരാണെന്ന് പറഞ്ഞു വെച്ചാ ഈ പശുവിനെ കണ്ടെന്ന് പറഞ്ഞു വെച്ചാ ആർക്കും ഇഷ്ടപ്പെടില്ല, മടിയേ ഇല്ല ഈ പശുവിനെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലായിട്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഏറ്റവും ഫസ്റ്റിന്റെ സെയില് നടന്നൊരു പശുവിലൊരു പശു ഇതാണ്. എന്താന്ന് പറഞ്ഞാൽ വെച്ചാൽ അതിനെ കുറിച്ച് അറിയുന്നവർക്ക് ആദ്യം സെലക്ട് ചെയ്യും. ഒരു രണ്ട് പല്ലിലുള്ള ഒരു രണ്ട് പല്ല് ഞാൻ പല്ല് കാണിച്ചു തരാം. ശരി, രണ്ട് പല്ല് പല്ലേ ആയിട്ട് ഒന്നുമില്ല. കടിഞ്ഞൂൽ പശുവാണ്, നല്ല അത്യാവശ്യം നല്ല ഹെവി സൈസ് ആണ്. നമുക്കൊരു 5 കൊല്ലം വരെയൊക്കെ ധാരാളമായിട്ട് നമുക്ക് ഈ പശുവിനെ ഹെൽത്തി ആയിട്ട് ഫാമുകളിൽ നിർത്താൻ സാധിക്കും. നമുക്കൊരു 18 ഞാൻ പറയുള്ളൂ, അതിന് മേലെ ഷുവറായിട്ട് കറക്കും. ഞാൻ ഒരു 18 ലിറ്റർ മാത്രമാണ് പറയുന്നുള്ളൂ. പക്ഷെ എന്താണ്, നമുക്കൊരു 5 വർഷത്തോളം ധാരാളം നമുക്ക് ഷെഡിൽ നിർത്താൻ സാധിക്കാവുന്ന ഗ്യാരണ്ടി ആയിട്ട് ആർക്ക് കണ്ടാലും ഇതിനെ കുറിച്ച് അറിയുന്ന ആർക്ക് കണ്ടാലും പശു പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഈ കാണുന്ന ഇത് രണ്ടാമത്തെ പ്രസവത്തിലുള്ള ഒരു പശു തന്നെയാണ്. രാവിലെ നേരത്തെ ഇത് നമുക്ക് യാത്രയിൽ പ്രസവിച്ച പശു. മാച്ചു നേരെ വീണിട്ടില്ല, വീഴുന്നേ ഉള്ളൂ. പക്ഷെ ഹെൽത്തി ഓക്കെയാണ്, ഫുഡൊക്കെ നന്നായി എടുക്കുന്നുണ്ട്. അതേപോലെ പശുക്കുട്ടി തന്നെയാണ്. അത്യാവശ്യം ബ്ലാക്ക് ഷെയ്ഡ് കുറച്ച് കൂടുതലുള്ള പശുവാണ്. ഇതിന് എത്രത്തോളം കിട്ടാൻ സാധ്യത നമുക്ക്? ഇല്ല, ഒരു 25 നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഇവിടുന്ന് 20 ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കും. 25 വരെ പ്രതീക്ഷിക്കാവുന്ന പശുവാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ സത്യം പറഞ്ഞു വെച്ചാൽ ഞങ്ങള് ലോഡ് വന്ന് ഇവിടെ ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാലോ, എപ്പോഴും കസ്റ്റമേഴ്സ് ആയിരിക്കും. അപ്പൊ പലർക്കും നേരത്തെ എടുത്തവര് വരാൻ പറ്റാത്തവര് വീഡിയോയിലൂടെ അയച്ചു തന്നിട്ട് പറയാൻ പറയും. പക്ഷെ നമ്മളിവിടെ വന്ന് ഇറക്കുമ്പോ ആൾക്കാർ കാണുമ്പോൾ ഓരോന്ന് പിടിക്കുമ്പോൾ പലർക്കും നമുക്ക് അത് കൊടുക്കാൻ പോലും സത്യം പറഞ്ഞാൽ സാധിക്കുന്നില്ല. എല്ലാം പെൻഡിങ്ങിലാണ്. നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാർ വന്ന് പിടിക്കുമ്പോൾ നമുക്ക് കൊടുത്തതാണെന്ന് പറയാനുള്ള ഓപ്ഷൻ ഇല്ല. എന്താന്ന് വെച്ചാൽ 2 മണിയെങ്കിൽ 2 മണിക്ക് വണ്ടിയുടെ അടുത്താണ് ആൾക്കാർ നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാൻ എന്താ ചെയ്യേണ്ടത് ഒന്നുകൂടി ചോദിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നമ്മളായിട്ട് ബന്ധപ്പെടാം. നമുക്ക് ലൊക്കേഷൻ വന്നിട്ട് തൃശ്ശൂർ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ കണ്ണന്നൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ ഓട്ടോയിൽ വരാനുള്ള ദൂരമുള്ളൂ. എല്ലാ ടൗൺ പരിസരത്ത് വരികയെന്ന് വെച്ചാൽ നമുക്ക് KSRTC വന്നു വെച്ചാൽ ഒരു 4.5 കിലോമീറ്റർ അത്ര ദൂരം വരുള്ളൂ. സ്ഥലത്തിന്റെ പേര് തിരുനെല്ലായി എന്നാണ്. ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങുന്നവരോട് എന്താ ശരിക്കും പറയാനുള്ളത്? ഇപ്പോൾ എന്റെന്നല്ല, പുറത്ത് എവിടുന്നാണേലും വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൊണ്ടുപോയ ഉടനെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. എല്ലാവരും പറയും 3 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യണം, 4 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യണം എന്ന് പറയും. പക്ഷേ ഇതിലൊരു കാര്യം ഉള്ളത്, നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഒരു 3+ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 3 ദിവസം വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും മാട് കിടക്കും, അല്ലെങ്കിൽ ഡെഡ് സംഭവിക്കും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും കൊണ്ടേ ദിവസം ഒരിക്കൽ ചെയ്യുക. അതിനുശേഷം 5 ദിവസം 6 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരാനില്ല. ഇത് നമ്മുടെ ഒരു അനുഭവത്തിലുള്ള കാര്യം പറയാണ്. മരുന്നിന്റെ കമ്പനിക്കാർ എന്തെങ്കിലും വിചാരിച്ചാലും ഇല്ല, ഞാൻ പറയാം, എന്റെ അനുഭവത്തിൽ പറയാം. സുബിയോണക്കാട്ടിയും ഒന്നുകൂടി ബെറ്റർ, ഒന്നില്ലെങ്കിൽ ബ്ലൂട്ടോളക്സ് അല്ലെങ്കിൽ ബ്ലൂട്ടാസൈഡ്, ഈ 2 വാക്സിൻ ചെയ്യണവും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ ഷീര ഡയറി ഫാമിൽ വന്നിരിക്കുന്ന ചിന്താമണി പശുക്കളെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാനായിട്ട് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. പിന്നെ ഈ ഫാമിന് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ കണ്ണനൂർ അടുത്ത് തിരുനെല്ലായി എന്ന സ്ഥലത്താണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.